കുമളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോസ്റ്റ് കോവിഡ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. സന്നദ്ധ സംഘടനയായ വസാളിന്റെ നേതൃത്വത്തിലാണ് സെന്റർ ആരംഭിച്ചത്. പിരിമേഡ് എംഎൽഎ അഡ്വക്കേറ്റ് സിറിയക് തോമസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. കോവിഡിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മളെല്ലാവരും കഴിഞ്ഞു പോകുന്നു. നമ്മളൊക്കെ ഇന്നും സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തുള്ളത്. നമുക്കറിയാം കുട്ടികളെയൊക്കെ അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചകളൊക്കെ ഈ കോവിഡിന്റെ സമയത്തുണ്ടായ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകൾ അത് പിന്നീട് വളരുന്നുണ്ടായിരുന്നു നമുക്കൊക്കെ അറിയാവുന്ന കാര്യം. അപ്പോൾ നമുക്ക് മൊസാക്സിന്റെ നേതൃത്വത്തിലും ഈ കോവിഡ് നമ്മുടെ കൗൺസിലിംഗ് സെന്റർ മാത്രമല്ല, അതോടൊപ്പം തന്നെ അച്ഛനോട് സൂചിപ്പിച്ചു പഠനവും ആരോഗ്യവും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് മേഖലകളിലൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അതൊക്കെ നല്ല പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് മൊസാക്സ് ശ്രമിക്കുന്നുണ്ട്. യോഗത്തിൽ അക്കാദമിക രംഗത്തും സംസ്ഥാന ജില്ലാ കലാ കായികമേളകളിലും മികവ് പുലർത്തിയ കുട്ടികൾക്കുള്ള സമ്മാനദാനവും നൽകി. കുട്ടികൾക്കുള്ള ഒരു കൗൺസിലിംഗ് റൂമായിട്ടാകും പോസ്റ്റ് കോവിഡ് സെന്റർ പ്രവർത്തിക്കുക. കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് എം വർഗീസ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ആൻസി ജെയിംസ് മുഖ്യപ്രഭാഷണം നടത്തി. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് പണിക്കർ സമ്മാന വിതരണം നടത്തി. CMA വസാൾ ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോസാന്നി പദ്ധതിയെപ്പറ്റി വിശദീകരിച്ചു. യോഗത്തിൽ കുമളി പഞ്ചായത്ത് അംഗങ്ങളായ റോബിൻ കരക്കാട്ട്, ലീന മനോജ്, PTA പ്രസിഡന്റ് റീമോൻ ലോബോ, വൈസ് പ്രസിഡന്റ് തോമസ് ചെറിയാൻ, MPTA പ്രസിഡന്റ് ആശ ചെറിയാൻ, ഗവൺമെന്റ് സ്കൂൾ മുൻ പ്രിൻസിപ്പൽ മല്ലിക A, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജയപ്രദീപ്, VHSS പ്രിൻസിപ്പൽ അമുദ G, HM ഇൻചാർജ് രാമർ P എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ, കുമളി.